അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ ശ്രേഷ്ഠമായ റമളാൻ തിങ്കളായിട്ട് തുടങ്ങിയത്. ഈ പരിശുദ്ധമായ റമളാൻ തിങ്കളെ മാത്രം സ്പെഷ്യലായിട്ടുള്ള നിസ്കാരമായിട്ട് തറാവീഹ് നിസ്കാരം ചൊല്ലത്. എങ്ങനെയായിട്ട് തറാവീഹ് നിസ്കാരം നിസ്കരിക്കണായത്, എന്തെല്ലാം വിഷയമായിട്ട് ഈ ഒരു നിസ്കാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണായത്, എങ്ങനെയായിട്ട് നീയത്ത് വെക്കണായത്, ഈ എല്ലാ വിഷയമായിട്ട് ഇണ്ട് നാ നിങ്ങളൊട്ടിಗೆ ചൊല്ലത്. അൽഹംദുലില്ലാ ഞങ്ങളെ ക്ലാസ്സിൽ പിറുസബെക്കിടെ ചൊമ്മ ആൾമാറുള്ളാറ്, ചൊമ്മ വിഷയ ചൊന്നിട്ട് ദ്വാർക്കൊണ്ടു ഏൽപ്പിച്ചങ്ങ ഉള്ളാറ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശുദ്ധമായ റമളാന്റെ ബർക്കത്തിൽ അങ്ങലെയും ഞങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ, എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, ഞങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലായിട്ട് കിടുള്ളൂ. കാരണം 2 തിങ്കളെ കാലായിട്ട് ഞങ്ങൾ ദ്വാർക്കിടത്, അള്ളാഹുവേ ഞങ്ങൾക്ക് പരിശുദ്ധമായ റമളാൻ നീ എത്തുപാട്ടി തരണോട്ട്. ഇതാ പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഞങ്ങളെ മുന്നിൽ എത്തിര്. ഒന്നാമത്തെ നോമ്പുലായിട്ട് ഞങ്ങൾ ഉള്ളത്, ഞങ്ങൾക്ക് നല്ല അവസരമായിട്ട് യജമാനനായ റബ്ബ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ധാരാളം ഞങ്ങൾ ഇബാദത്ത് എടുക്കണോ, നിസ്കരിക്കണോ, നോമ്പിടിക്കണോ, സ്വതക്ക ചെയ്യണോ, എന്തെല്ലാം ഞങ്ങൾക്ക് സത്കർമ്മ ആക്കുക അവിടെ അതെല്ലാം ആക്കണം. കാരണം നെക്സ്റ്റ് റമളാൻ ഞങ്ങൾ ഉള്ളമാച്ചുള്ള ഒരു ഗ്യാരണ്ടി ഞങ്ങൾ ആർക്കും ഇല്ല. അതുകൊണ്ട് കിട്ടിയോ റമളാന് വേണായ പോലെ ഇബാദത്ത് എടുക്കുമോ ഞങ്ങൾ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ റമളാൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു നിസ്കാരമായിട്ട് തറാവീഹ് നിസ്കാരം ചൊല്ലത്. ഈ കഴിഞ്ഞ റമളാനിലായിട്ട് ഞങ്ങൾ നിസ്കരിച്ചിരുത്. ഇതാ ഇപ്പം ഞങ്ങൾ പിന്നെയും ആ ഒരു പരിശുദ്ധമായ തറാവീഹ് നിസ്കാര ഞങ്ങൾ നിസ്കരിക്കട. തറാവി നിസ്കാരത്തെ സംബന്ധിച്ചിട്ട് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത്, മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. ആറായിട്ടിക്കട് നല്ല ഈമാനിൽ വഹ്തിസാബൻ നക്ക് പ്രതിഫലം കിട്ടണോ, കൂലി കിട്ടണോ ചെന്നിട്ടു ആഗ്രഹിച്ചിട്ട് ആറായിട്ടിക്കട് തറാവീഹ് നിസ്കാരം നിസ്കരിക്കണത്. ഉഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. അവൻ്റെ ലൈഫിൽ വന്നുപോയ ഗണിക്കത്തെ എല്ലാ ചെറിയ തപ്പുങ്ങും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുടാണ്ടായിട്ടിക്കട് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത്. മാത്രമല്ല തറാവീഹ് നിസ്കാരം നിസ്കരിക്കുമ്പോഴത്തോ പ്രത്യേകമായിട്ടുള്ള മലായിക്കത്തുൽ കിറാം ഭണ്ഡാറിട്ടായിട്ടിക്കട് ഓരോ 4 തറാവീഹും വേറെ പ്രതിഫലമായിട്ടിക്കട് ഉള്ളോണ്ടെല്ലാം മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ടിക്കട്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഒരു തറാവീഹ് കൂടി ഞങ്ങൾ മിസ്സാക്കൂ തീരാൻ ചൊല്ല എനിക്കത്തെ ഒരു നിർദ്ധാര ഫസ്റ്റിಗೆ ഞങ്ങൾ ആക്കണോ. എങ്ങനെയായിട്ടിക്കട് തറാവീഹ് നിസ്കാര ഞങ്ങൾ നിസ്കരിക്കണായ ഏതെല്ലാം വിഷയമായിട്ടിക്കട് ഞങ്ങൾ ശ്രദ്ധിക്കണായത്. ഒന്നാമത്തത് തറാവീഹ് നിസ്കാര എത്ര റക്അത്തായിട്ടിക്കട്. 20 റക്അ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ എല്ലാ ആലിമീങ്ങ ഇമാമീങ്ങ അസ്ഹാബുൽ കിറാം എല്ലാവരും പഠിപ്പാട്ടിയത് പരിശുദ്ധമായ തറാവീഹ് നിസ്കാരം ചൊല്ലത് 20 റക്അത്ത് നിസ്കാരമായിട്ടിക്കട്. 20 റക്അത്ത് നിസ്കാരമാണ് ചൊല്ലുമ്പോൾ അത് ഒട്ടിಗೆ 20 റക്അത്ത് നിസ്കരിക്കേണ്ടല്ല. പിന്നെ 2 റക്അത്തായിട്ട് 10 സലാം വീട്ടിട്ട് ആ രൂപത്തിൽ ആയിട്ടിക്കട് തറാവീഹ് നിസ്കാരം നിസ്കരിക്കണായ. അല്ലാണ്ട് ഉറക്ക കൈകെട്ടിട്ട് 20ാമത്തെ റക്അത്തിൽ സലാം വീട്ടലല്ല. ഓരോ 2 റക്അത്ത് വരുമ്പോഴത്തേക്കും സലാം വീട്ടിട്ട് 2 റക്അത്തായിട്ടായിട്ടിക്കട് ഞങ്ങൾ തറാവീഹ് നിസ്കാരം നിസ്കരിക്കണായത്. 2 തറാവീഹ് നിസ്കാരത്തെ ടൈം ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സുബൈ ബാങ്ക് തോലായിട്ടിക്കട് തറാവീഹ് നിസ്കാരത്തെ ടൈമും ചൊല്ലത്. ഇതിൻ്റെ മധ്യത്തിൽ എപ്പോൾ വേണമെങ്കിലും തറാവീഹ് നിസ്കാരം നിസ്കരിക്കാം. അതേ ടൈമിൽ ശ്രേഷ്ഠമായ ടൈമും ഇശാ നിസ്കാരം കഴിഞ്ഞ് ആ ഒരു ടൈമിൽ നിസ്കരിക്കലായിട്ടിക്കട് അയത്തര നല്ലാണ്ട്. ഞങ്ങൾ ചില ആളുമാർ പള്ളിക്ക് ജമാഅത്തുക്ക് വന്നിട്ട് ഇശാ നിസ്കാരമല്ല ജമാഅത്തായി നിസ്കരിക്കിടാർ. പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് ഹൗദര മുട്ട അല്ലെങ്കിൽ പുറത്തെല്ലാം പോയിട്ട് പിന്നെ അങ്ങ് തറാവീഹ് നിസ്കാരത്തെ ജമാഅത്ത് തുടങ്ങുമ്പോൾ ആയിട്ടിക്കട വേണ്ടത്. ഈ ഇശാ നിസ്കാരത്തെ റവാത്തിബ് നിസ്കാരം 2 റക്അത്ത് മിസ്സാക്കിടക്കണിക്ക് താൽമാറുള്ള ഒരു കാര്യം അർത്ഥാക്കണോ. ഈ ഇശാ നിസ്കാരത്തിൽ പിന്നെ ഉള്ള ഈ 2 റക്അത്ത് റവാത്തിബ് നിസ്കാരം ചൊല്ലത് 20 റക്അത്ത് തറാവീഹേക്കാളും ശ്രേഷ്ഠമായിട്ടിക്കിടയിട്ട് ഞങ്ങൾ അർത്ഥാക്കി വെക്കണം. അതുകൊണ്ടിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ഒരു റവാത്തിബ് നിസ്കാര ഞങ്ങൾ മിസ്സാക്കോ തീരാണ്ടായിട്ടിക്കട്. ഇനി ഒരാൾക്ക് ജാവുക തറാവീഹ് നിസ്കരിക്കോ സൗകര്യമായില്ല, എന്തമാ കാരണത്തിൽ രോഗം വന്നിട്ടാ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കാരണമാ ജാവു
തറാവി നിസ്കരിക്കുവായില്ല എന്നേട് കണ്ടെങ്കിൽ ആ തറാവി നിസ്കാര പൗലുകു കലാവീറ്റായിട്ടിക്കട് ഇമാമിങ്ങ നിങ്ങൾ പടിപ്പാടി തന്നത്. 3 തറാവി നിസ്കാരം ജമാഅത്തായിട്ടേ നിസ്കരിക്കണ, സിംഗിളായിട്ട് നിസ്കരിക്കമ. തറാവി നിസ്കാരത്തുക്ക് ജമാഅത്ത് സുന്നത്തായിട്ടിക്കട്. ഇതൊരാൾക്ക് ജമാഅത്തായി നിസ്കരിക്കൂ സൗകര്യം ആയില്ലാണ്ട് കണ്ടെങ്കിൽ അയാൾ സിംഗിളായിട്ട് നിസ്കരിക്കിടേക്ക് യാതൊരു തൊന്തര ഇല്ലാണ്ടായിട്ടിക്കട്. ഔത്തുലുള്ള എണിക്കത്തെ ഉമ്മമാർ നിങ്ങളെ മോല അല്ലെങ്കിൽ ആരെങ്കിലും ഇന്നേണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചെങ്കിൽ വലിയ പ്രതിഫലമായിട്ട് ഇക്കട് കിട്ടുമോ. ഇനി ആരും ഇല്ലാണ്ട് കണ്ടെങ്കിൽ സിംഗിളായിട്ട് തറാവി നിസ്കാരം നിങ്ങൾ എന്താക്കോ തീറ മിസ്സാക്കോ തീറാണ്ടായിട്ട് ഇക്കട്. ചില ഉമ്മമാർ നിരിച്ചു പോയത് ഇത് ആണുങ്ങ പള്ളിയെ പോയിട്ട് അങ്ങ് മാത്രം നിസ്കരിക്കൂല്ല നിസ്കാരാണ്ട് വേർച്ചു പോയെ ചില പെണ്ണുങ്ങ ഉള്ളാർ. അതുകൊണ്ട് അർത്ഥാക്കണോ ആണുകും പെണ്ണുകും സുന്നത്തായിട്ടുള്ളൊരു നിസ്കാരമായിട്ട് ഇക്കട് തറാവീഹ് നിസ്കാരം ചൊല്ലത്. 4മത്തേത് എങ്ങനെയായിട്ട് ഇക്കടന്നങ്ങ തറാവീഹ് നിസ്കാരം നിസ്കരിക്കണായേ അതിൻ്റെ കൈഫിയത്ത് അതിൻ്റെ രൂപമായിട്ട് ഇക്കട് ചൊല്ലത്. തറാവീഹ് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണായത് നീയത്തായിട്ട് ഇക്കട്. കാരണം നീയത്ത് സമായില്ലാണ്ട് കണ്ടെങ്കിൽ ഏതൊരു കാര്യവും സ്വഹിയാവില്ല. നോമ്പായിട്ട് കണ്ടെങ്കിലും നിസ്കാരമായിട്ട് കണ്ടെങ്കിലും എല്ലാത്തും മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്കട് നെയ്യത്തിന് ചൊല്ലത്. അപ്പോൾ എങ്ങനെയായിട്ട് ഇക്കട് നിങ്ങൾ തറാവി നിസ്കാരത്ത് നെയ്യത്ത് വെക്കണായേ ഉസല്ലി സുന്നത്ത് തറാവീഹ റക്അത്തൈനി മുതവജ്ജിഹൻ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല ഇങ്ങനെ നെയ്യത്ത് വെക്കുക. ഇനി അറബി ഗൊന്തില്ലാണ്ട് കണ്ടെങ്കിൽ തറാവി ചൊല്ലിയ സുന്നത്ത് നിസ്കാര 2 റക്അത്ത് അല്ലാഹുബേനായിട്ട് നാ നിസ്കരിക്കട. മഅമൂമായിട്ട് ഇമാവിൽ പെറവുൽ നിസ്കരിക്കിടങ്ങ പ്രത്യേകമായിട്ട് ഇമാവിലൊട്ടിക്ക് സേരിട്ട് നാ നിസ്കരിക്കാനായിട്ട് നീയത്ത് വെക്കണം. ഇമാമായി നിൽക്കിടങ്ങ നാൻ ഇമാമായിട്ട് നിസ്കരിക്കാൻ ചെന്നിട്ടും കരുതു നീയത്ത് വെക്കൂ കഡ്ഡായമായിട്ട് ഇക്കട്. ഇനി നിസ്കാരത്തേക്ക് നിങ്ങൾ കൈ കിട്ടിയെന്ന് കണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഓതനായത് വജ്ജഹത്തുമായിട്ട് ഇക്കട്. ഇനി വജ്ജഹത്ത് ഓതില്ലാണ്ട് കണ്ടെങ്കിൽ നിസ്കാരം സ്വഹിയാവും. ആണെങ്കിൽ ഈ വജ്ജഹത്ത് നഷ്ടപ്പെടുത്തുമ്പോഴത്തേക്കോ അവിടെ ഒരു കറാഹത്ത് പണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇമാമിങ്ങ നിങ്ങൾ പടിപ്പാടി തന്നാറ്. ചിലപ്പോൾ ഈ ദീർഘമായിട്ടുള്ള നിസ്കാരം കൊണ്ടിട്ട് നിങ്ങൾക്ക് പരിപൂർണമായിട്ട് ഈ ഒരു വജ്ജഹത്ത് ഓതുക സാധ്യമാവില്ലാണ്ട് കണ്ടെങ്കിൽ ആ ഒരു കറാഹത്ത് ഇല്ലാണ്ടാക്കുവാനായിട്ട് ഈ ഒരു ചെറിയ ദിക്ർ ആ സമയത്ത് ചൊല്ലാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ഈ ഒരു ചെറിയ ദിക്ർ ആ സമയത്ത് നിങ്ങൾ ചൊന്നെങ്കിൽ കണ്ടെങ്കിൽ ആ ഒരു വജ്ജഹത്തിൻ്റെ പ്രതിഫലമായിട്ട് ഇക്കട് നിങ്ങൾ കിട്ടത് ആ ഒരു കറാഹത്തായിട്ട് ഇക്കട് ഇല്ലാണ്ടാവിടത്. ഇനി ഇത് ചൊന്നില്ലാണ്ട് കണ്ടെങ്കിലും നിസ്കാരം സ്വഹിയാവിടുണ്ടായിട്ട് ഇക്കട്. അപ്പോൾ എന്താക്കി ഈ ഒരു ദിക്ർ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ഈ ഒരു ചെറിയ രൂപത്തിലുള്ള ആ ഒരു ദുആഉൽ ഇഫ്തിതാ ചൊല്ലുണ്ടായിട്ട് ഇക്കട്. ഇനി അഊദ് ഓതാ എന്നിട്ട് ഫാത്തിഹ ഓതാ. ഫാത്തിഹ ഓതൽ പിന്നെ ഏത് സൂറത്തായിട്ട് ഇക്കട് ഓതനായി സൂറത്ത് ഏത് ബേനെങ്കിൽ ഓതാ വേണമെങ്കിൽ ഖുർആൻ ബേനെ ഖത്തം തീർക്കുക. ഈ സൂറത്ത് ചെന്നിട്ട് പ്രത്യേകമായിട്ട് തറാവി നിസ്കാരത്തുക്ക് സൂറത്ത് ഏതുമില്ല. അതേ സമയത്തിൽ നിങ്ങൾ ഗൊന്തുല്ല കണിക്കത്തെ ഇവരാൾക്ക് കുലു അല്ലാഹു അഹദ് മാത്രം ഗൊന്തുല്ലേണ്ട് കണ്ടെങ്കിൽ എല്ലാ റക്കാത്തിലും കുലു അല്ലാഹു അഹദ് ഓതാ. ഇനി അലം തള പിന്നെ അങ്ങനെ ഓതാ വദ്ദുഹാൽ പിന്നെ അങ്ങനെ ബേനെങ്കിൽ ഓതാ. എങ്ങനെ സൗകര്യമാവിടും അങ്ങനെ സൂറത്ത് ഓതിയിട്ട് എന്താക്കുക തറാവീഹ് നിസ്കാരം നിസ്കരിക്കുക. ഇനി 2 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾ അത്തഹിയാത്തുക്ക് ദെക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിട്ട് ഇക്കട് ദെക്കണായേ ലാസ്റ്റ് അത്തഹിയാത്തുക്ക് ദെക്കിട രൂപത്തിലായിട്ട് ഇക്കട് നിങ്ങൾ അത്തഹിയാത്ത് ദെക്കണായേ. അതായത് ഇഫ്തിറാശിരെ ഇരുത്താണ്ടായിട്ട് നിങ്ങളെ ബാക്ക് ഭാഗം നൽത്തിൽ വെച്ചിട്ട് ആ രൂപത്തിൽ ലാസ്റ്റ് അത്തഹിയാത്ത് ഏത് രൂപത്തിൽ ദയിക്കണമാ ആ രൂപത്തിൽ ദച്ചിട്ടായിട്ട് ഇക്കട് നിങ്ങൾ അത്തഹിയാത്ത് ഓതണായത്. അത്തഹിയാത്ത് ഓതിയൽ പിന്നെ ഇബ്രാഹിമിയായ സ്വലാത്ത് അത് ഫുള്ളായിട്ട് നിങ്ങൾ ചൊല്ലാവില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലി സയ്യിദിന മുഹമ്മദ് അവിടുത്തോൾ നിങ്ങൾ ചൊല്ലാം. അതിൽ പിന്നെ നിങ്ങൾ അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു അത് പരിപൂർണമായിട്ട് നിങ്ങൾ ചൊല്ലു ആവില്ലാണ്ട് കണ്ടെങ്കിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വ മിൻ അദാബിൻ നാർ വ മിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വ മിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ ഇത് ചൊന്നില്ലെങ്കിലും നിസ്കാരം സ്വഹിയാവും. അതേ സമയത്ത് ഇത് മിസ്സാക്കിയിട്ടാകുമ്പോൾ ഒരു കറാഹത്ത് പണ്ട്. അതുകൊണ്ട് ഈ ഒരു ദ്വാവും കൂടി ചൊല്ലുണ്ടായിട്ട് ഈ ദ്വാ ചൊന്നൽ പിന്നെ സലാം വീട്ട ഇങ്ങനെ 2 റക്അത്തായിട്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കാര നിസ്കരിക്കൊണ്ടായിട്ട് അതേപോലെ ഞങ്ങളെ പള്ളിയിലെല്ലാം
2 റക്അത്ത് ആയാൽ പിന്നെ സല്ലു അലാ മുഹമ്മദ്, 4 റക്അത്ത് ആയാൽ പിന്നെ സല്ലു അല നബിയിൽ മുസ്തഫൽ മുഖ്താരി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സ്വലാത്തെല്ലാം ചൊല്ലലുണ്ട്. ഇതെല്ലാം ആ നിസ്കാരത്തിൽ ഞങ്ങൾ ഒരു ആവേശം കിട്ടുകയായിട്ട് ഞങ്ങളെ വറക്കെല്ലാം ഒന്ന് പോകുകയായിട്ട് ഇക്കടെ ഈ സ്വലാത്ത് ചൊല്ലുന്നത്. അല്ലാണ്ട് അത് നിർബന്ധമായ ഒരു വിഷയന്തോമല്ല. അതല്ലാണ്ട് ചില ജാഗയിൽ 4 റക്അത്ത് ആകുമ്പോഴത്തേക്കോ ഖലീഫന്മാരെ പേരെല്ലാം ചൊല്ലും. അത് ഒരു റക്അത്തിലെ കണക്ക് കിട്ടുകയായിട്ട് ഇടിക്കടെ നിസ്കാരത്തിലൊരു ആവേശം കിട്ടുകയായിട്ട് മാത്രമായിട്ട് ഇക്കടെ അങ്ങനെ ചൊല്ലണായത്. അതേ സമയത്ത് അത് ചൊന്നില്ലാണ്ട് കണ്ടെങ്കിൽ നിസ്കാരത്തുകാവട്ടെ ബാക്കി വിഷയത്ത് യാതൊരു നിലക്കുള്ളേ തൊന്തര ബണ്ടില്ലാണ്ട് ഇടിക്കടെ. അപ്പോൾ ഓരോ 2 റക്അത്തായിട്ട് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കൊണ്ടായിട്ടിക്കടെ. ഇനി നിസ്കരിച്ചാൽ പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു ദുആ ഉണ്ട്. തറാവി നിസ്കാരത്തിന് മാത്രമായിട്ടുള്ളൊരു ദുആ ആയിട്ടിക്കടെ. അല്ലാഹുമ്മ ഇന്നലക ഫീ കുല്ലി ലൈലത്തിൻ മിൻ ലയാലി ഷഹ്രി റമളാൻ ഉതഖാഅ വതുലഖാഅ വഖുലസാഅ വഉമനാഅ മിനൻ നാർ ഇജ്അൽനാ മിൻ ഉതഖാഇക വതുലഖാഇക വഖുലസാഇക വഉമനാഇക മിനൻ നാർ ഇജ്അൽനാ യാ ഇലാഹന യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് മിനസ് സുഅദാഇൽ മഖ്ബൂലീൻ വലാ തജ്അൽനാ മിനൽ അഷ്ഖിയാഇൽ മത്റൂദീൻ. നല്ലൊരു ദുആ ആയിട്ടിക്കടെ. ഇതിനർത്ഥ അല്ലാഹുവേ ഈ റമദാൻ്റെ ഓരോ ജാവിലും നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കടെ എനിക്കെത്തെ, വിടുകിടാവിടെ എനിക്കെത്തെ, സലാമത്താവിടെ രക്ഷപ്പെട്ട് എത്രയോ ആൾമാരെ നീ രക്ഷപ്പെടുത്തൽ റബ്ബേ. അതുകൊണ്ട് നന്റെയും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണോ, നരകത്തിൽ നിന്ന് എന്നെ സലാമത്താക്കണോ. ആ വിടുകിടാക്കട ആൾമാർ ലീസ്റ്റിൽ നന്റെയും നീ ഉൾപ്പെടുത്തുണ്ടായിട്ടിക്കടെ. അതേപോലെ മേ ജഅൽനാ യാ ഇലാഹന യാ അല്ലാ, പടച്ചോനെ നന്റെ അതാ നീനെ തൃപ്തിപ്പെട്ട് നീന് സ്വീകരിക്കടെ. അതാ വിജയിങ്ങളെ കൂട്ടത്തിൽ നിന്നെ ഉൾപ്പെടുത്തണോ. നാണ് സോത്തുപോയെ നീന് ഓടുപാട്ടെ നിൻ്റെ തൃപ്തിയില്ലാത്ത അറസ കിട്ട എനിക്ക് താൽമാരെ ലീസ്റ്റിൽ നിൻ്റെ നീ പെടുത്തിരണ്ടാൻ ചൊല്ലേ നല്ല അർത്ഥമുണ്ട് എനിക്കത്തൊരു ദുആ ആയിട്ടിക്കട്. ഈ ഒരു ദുആവും കൂടി ഞങ്ങൾ ചൊന്നേണ്ട് കണ്ടെങ്കിൽ വലിയ റാഹത്തായിട്ടിക്കട്, ഞങ്ങൾ നിസ്കാരത്തിന് വലിയ പവറായിട്ടിക്കട് കിട്ടത്. അപ്പോൾ ഈ രൂപത്തിലായിട്ടിക്കട് ഞങ്ങൾ തറാവീഹ് നിസ്കാരം നിസ്കരിക്കണായത്. അപ്പോൾ ഈ എല്ലാ കാര്യമായിട്ടിക്കട് തറാവീ നിസ്കാരത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ വിഷയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ തറാവീ നിസ്കാരം നിസ്കരിക്കൂ. ഞങ്ങൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഒരു നിസ്കാരം ഞങ്ങൾ മിസ്സാക്കോ തീരാ. ഇനി ഞങ്ങൾ തീരില്ലാണ്ട് കണ്ടെങ്കിൽ നിന്നിട്ട് നിസ്കരിക്കാവില്ലാണ്ട് കണ്ടെങ്കിൽ ദച്ചിട്ടായെങ്കിലും ഈ ഒരു നിസ്കാരം നിസ്കരിക്കൊണ്ട് അതിന് സുന്ന നിസ്കാരമായിട്ടിക്കടെ അത് ദച്ച് നിസ്കരിക്കടേക്ക് തൊന്തരയില്ലാണ്ടായിട്ടിക്കടെ നിൻ്റെ നിസ്കരിക്കലായിട്ടിക്കടെ ശ്രേഷ്ഠത. അതല്ലാണ്ട് കണ്ടെങ്കിൽ ദച്ചിട്ടെങ്കിലും ഈ ഒരു നിസ്കാരം ഞങ്ങൾ നിസ്കരിക്കൊണ്ടായി. ഞങ്ങൾ മക്ക മദീനത്തിലെല്ലാം പോയെങ്കിൽ അവിടെ ഹത്തമായിട്ടിക്കടെ തീർക്കടത് എത്ര ദീർഘമായിട്ടുള്ള നിസ്കാരമായിട്ടിക്കട. ആ ബേസായ ആൾമാരല്ല ആ ഒരു ആവേശത്തിൽ ആ ഒരു ഈമാനിൽ അങ്ങ് എത്ര നേരമായിട്ടിക്കട് നിസ്കരിക്കടത്. പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ മാത്രം കിട്ടൊരു നിസ്കാരമായിട്ടിക്കട് തറാവീ നിസ്കാരം ചൊല്ലത്. അതുകൊണ്ട് 30 നാളും നിസ്കരിക്കും. അല്ലാഹു നിങ്ങൾ എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാൻ തിങ്കൾ ഗുണകരമായിട്ട് സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.